PFI പരിശീലകൻ NIA-യുടെ പിടിയിലായത് മലപ്പുറം വളാഞ്ചേരി സ്വദേശി മൊയ്തീൻ കുട്ടി. അറസ്റ്റ് നെടുമ്പാശ്ശേരിയിൽ വെച്ച്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ബാർ സമയമാറ്റത്തിൽ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി. എക്സൈസ് മന്ത്രിയുടെ കൈവശമുള്ള ഫയലുകൾ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി. ഫയൽ നീക്കവും വേഗത്തിൽ. സമയമാറ്റം ബാർ ഉടമകളുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലെന്നും രേഖകൾ. സമയം നീട്ടിയതിനെതിരെ KCBC-യും ഓർത്തഡോക്സ് സഭയും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2 കേസിലും തന്ത്രിക്ക് ജാമ്യം. തന്ത്രിക്ക് നേരിട്ട് പങ്കാളിത്തമില്ലെന്ന് കൊല്ലം വിജിലൻസ് കോടതി. ഉള്ളത് താന്ത്രിക അധികാരങ്ങൾ മാത്രം. തന്ത്രി പുറത്തിറങ്ങുന്നത് 41 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ലെന്ന് ഇഡിക്ക് ജയറാമിന്റെ മൊഴി. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യക്കെതിരെ നടപടി. 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ മരവിപ്പിച്ച് ഇഡി. നടപടിയെടുത്തത് സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചതിൽ ഡോക്ടർക്കെതിരെ നടപടി. ഡോക്ടർ ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റി ആരോഗ്യ വകുപ്പ്. ഡോക്ടർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം വിട്ടു നൽകില്ലെന്നും കുടുംബം. CJ റോയുടെ മരണത്തിന്റെ കാരണങ്ങൾ തേടി കേരള പോലീസും. 2 SP-മാർ കർണാടക SIT-യിൽ നിന്ന് വിവരങ്ങൾ തേടി. അന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കാനാവില്ലെന്ന് മറുപടി നൽകി കർണാടക പോലീസ്. മലമ്പുഴയിൽ മത്സര സാധ്യത തള്ളാതെ VA അരുൺകുമാർ. പാർട്ടി തീരുമാനം അനുസരിക്കുമെന്ന് അരുൺ. കോൺഗ്രസിനെതിരെ ധീവരസഭ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചത് BJP എന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി. BJP-യുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അടുത്ത ആഴ്ചയോടെ പ്രഖ്യാപിക്കാൻ നീക്കം. പ്രഖ്യാപിക്കുക 30 മണ്ഡലങ്ങളിലെ പട്ടിക. ശോഭാ സുരേന്ദ്രൻ കായംകുളത്തോ പാലക്കാട്ടോ മത്സരിക്കും. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത്. വട്ടിയൂർക്കാവിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. ഹിന്ദു കുടുംബങ്ങളിൽ ചുരുങ്ങിയത് 3 കുട്ടികൾ വേണമെന്ന നിർദ്ദേശവുമായി RSS. ഹിന്ദു ജനസംഖ്യയിലെ കുറവിൽ ആശങ്ക പ്രകടിപ്പിച്ച് മോഹൻ ഭഗവത്. ജനസംഖ്യ തകർച്ച തടയണമെന്നും ആഹ്വാനം. പശ്ചിമേഷ്യയിൽ അനിശ്ചിതത്വം തുടരുന്നു. ആണവ ചർച്ചയ്ക്കിടെ അപ്രതീക്ഷിത മിസൈൽ വർഷവുമായി ഇറാൻ. ഹോർമുസ് കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ അടച്ചിട്ടു. ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായെന്ന് ഇറാൻ.